ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. സീഡ് ആൻഡ് സോയിൽ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്താണ്. സോയിൽ എന്ന് പറഞ്ഞാലോ മണ്ണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം നമുക്ക്. നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ, ഷീ ഈസ് വിത്ത് അസ്. വൈ ഡിഡ് പാറൂസ് ഫാദർ സേ സോ? പാറുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. എന്താണ് പാറുവിനോട് പറയുന്നത്? നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ. അമ്മ പോയി എന്ന് നിനക്ക് ഒരിക്കലും തോന്നരുത്. അമ്മ നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറയുന്നത്? പാറൂസ് മദർ ലവ്ഡ് നേച്ചർ ആൻഡ് ഷീ യൂസ് ടു സേ ദാറ്റ് നേച്ചർ വാസ് എവ്രി വൺസ് മദർ. പാറുവിൻ്റെ അമ്മയ്ക്ക് നേച്ചറിനെ, പ്രകൃതിയെ വളരെയധികം ഇഷ്ടമായിരുന്നു അല്ലേ? പിന്നെ അമ്മ എന്താ പറഞ്ഞിരുന്നത്? പ്രകൃതി എല്ലാവരുടെയും അമ്മയാണെന്ന് പാറുവിൻ്റെ അമ്മ പറഞ്ഞിരുന്നു അല്ലേ? പ്രകൃതി എല്ലാത്തിൻ്റെയും, എല്ലാ ജീവജാലങ്ങളുടെയും അമ്മയാണെന്ന് പാറുവിൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞിരുന്നു. പാറൂസ് ഫാദർ കൺസോൾ ഹർ ബൈ സേയിങ് ദാറ്റ് അമ്മ ഈസ് വിത്ത് ഹർ. ഹി വാണ്ടഡ് പാറു ടു റിഗാർഡ് നേച്ചർ ആസ് ഹർ മദർ. പാറുവിൻ്റെ അച്ഛനെ എങ്ങനെയാണ് കൺസോൾ ചെയ്തിരുന്നത്, സമാധാനപ്പെടുത്തിയിരുന്നത്? അമ്മ എപ്പോഴും അവളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവളെ സമാധാനപ്പെടുത്തിയിരുന്നത്. വാണ്ടഡ് പാറു ടു റിഗാർഡ് നേച്ചർ ആസ് ഹർ മദർ. വിചാരിച്ചിരുന്നത് പാറു പ്രകൃതിയെ സ്വന്തം അമ്മയായി കരുതണമെന്ന് പാറുവിൻ്റെ അച്ഛനും വിചാരിച്ചിരുന്നു എന്നാണ് ഉത്തരം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പാറുവിൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നത്, നിൻ്റെ അമ്മ എങ്ങോട്ടും പോയിട്ടില്ല, പ്രകൃതിയാണ് നിൻ്റെ അമ്മ, പ്രകൃതി എപ്പോഴും നിൻ്റെ കൂടെ അമ്മയായിട്ടുണ്ട് എന്നാണ് അച്ഛൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അടുത്ത ചോദ്യം എന്താണ്? പാറു നെവർ ഫെൽറ്റ് ലോൺലിനെസ്. വാട്ട് കുഡ് ബി ദ റീസൺ? പാറുവിന് ഒരിക്കലും ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടില്ല. ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ? പാറൂസ് ഗ്രാൻഡ് മദർ ഫോളോഡ് ഹെർ ലൈക്ക് എ ഷാഡോ ആൻഡ് ഡിഡ് എവറിത്തിങ് ഷീ കുഡ് ടു മേക്ക് ഹെർ ഹാപ്പി ആൻഡ് ചിയർഫുൾ. പാറൂസ് ഗ്രാൻഡ് മദർ ഫോളോഡ് ഹെർ. പാറുവിൻ്റെ അമ്മമ്മ അല്ലേ? ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ ആരാണ്? മുത്തശ്ശി, അമ്മൂമ്മ എന്നൊക്കെ പറയാം. അവൾ എവിടെ പോകുമ്പോഴും പാറുവിൻ്റെ ഗ്രാൻഡ് മദർ അവളുടെ കൂടെ തന്നെ ഒരു നിഴൽ പോലെ പോയിരുന്നു. ഷാഡോ എന്ന് പറഞ്ഞാൽ നിഴലാണ് കേട്ടോ. അപ്പോൾ ഒരു നിഴൽ പോലെ പാറുവിൻ്റെ അമ്മൂമ്മ എല്ലാ സ്ഥലത്തേക്കും അവളുടെ കൂടെ പോയിരുന്നു. അതുപോലെ തന്നെ അമ്മൂമ്മയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അമ്മൂമ്മ പാറുവിന് വേണ്ടി ചെയ്തു കൊടുത്തിരുന്നു. പാറു ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അമ്മൂമ്മ ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? Pick out 2 sentences from the text that describes the field. ആ കൃഷിസ്ഥലത്തെ വിവരിക്കുന്ന 2 ലൈൻസ് നിങ്ങളുടെ പാഠഭാഗത്ത് നിന്ന് എഴുതാനാണ് പറയുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യത്തെ ലൈൻ എന്താണ്? ഇറ്റ് വാസ് കവേർഡ് വിത്ത് മഡി വാട്ടർ. എ വാം ബ്രീസ് മെയ്ഡ് റിപ്പിൾസ് ഓൺ ദി സർഫേസ് ഓഫ് ദ വാട്ടർ. എന്താ പറയുന്നത്? ആ കൃഷിസ്ഥലമൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് എന്താണ്, ആകെ ചെളിവെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കും അല്ലേ? മഡി വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണ് കലർന്ന വെള്ളം, ചെളി വെള്ളത്തിനെയാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? എ വാം ബ്രീസ് മെയ്ഡ് റിപ്പിൾസ് ഓൺ ദി സർഫേസ് ഓഫ് ദ വാട്ടർ. ഒരു എന്താ പറയുക, വാം ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയൊരു കാറ്റ് അല്ലേ? ഇളം കാറ്റ്. അപ്പോൾ ഒരു വാം ബ്രീസ് എന്താ ചെയ്തിരുന്നത്? മെയ്ഡ് റിപ്പിൾസ്, ആ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ അനക്കങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് കാറ്റ് വീശുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മെല്ലെ മെല്ലെ അനങ്ങില്ലേ, അതിനെയാണ് റിപ്പിൾസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താ പറയുന്നത്? എയർ വാസ് എലൈവ് വിത്ത് സൗണ്ട് ഓഫ് ബേർഡ്സ്. എന്താണ്? അതുപോലെ തന്നെ ആ കൃഷിസ്ഥലമൊക്കെ പാടത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കേൾക്കാം? ബേർഡ്സിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാം. അപ്പോൾ ആ കാറ്റിൽ മുഴുവൻ എന്താണ്? കിളികളുടെയൊക്കെ ശബ്ദമായിരുന്നു എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ കഥാകൃത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ സെൻറ്റൻസുകൾ വരുന്നത്. അടുത്തത് എന്താണ്? അടുത്ത ചോദ്യം, വൈ വർ ദ ഫാമേഴ്സ് ഹാപ്പി? എന്തുകൊണ്ടാണ് കൃഷിക്കാർ ഹാപ്പി ആയിരുന്നത്, സന്തോഷിച്ചിരുന്നത്? ദ ഫാമേഴ്സ് വർ ഹാപ്പി ടു സീ പാറു ആൻഡ് ഹെർ ഗ്രാൻഡ് മദർ. ഫാമേഴ്സ് എന്തുകൊണ്ടാണ് സന്തോഷിച്ചിരുന്നത്? ഫാമേഴ്സ് പാറുവിനെയും അവരുടെ ഗ്രാൻഡ് മദറും ആ ഫീൽഡിലേക്ക് വന്നത് കണ്ടിട്ടാണ് അവർ സന്തോഷിച്ചത് അല്ലേ? അപ്പോൾ അതാണ് ഉത്തരം വരുന്നത്. അടുത്തത് എന്താ? വാട്ട് ഈസ് ഗുഡ് മാനുവർ ഫോർ പ്ലാന്റ്സ്? മാനുവർ എന്ന് പറഞ്ഞാൽ എന്താ? വളം. അപ്പോൾ ഗുഡ് മാനുവർ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല വളം. അപ്പോൾ ഈ ചെടികൾക്കൊക്കെയുള്ള ഏറ്റവും നല്ല വളം എന്താണെന്നാണ് ചോദിക്കുന്നത്.
The fallen flowers, leaves and dead insects decay in the soil and become good manure for plants. നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ചെടികളിൽ നിന്നൊക്കെ ഉണങ്ങിയ ഇലയൊക്കെ നിലത്ത് വീഴുന്നുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ പൂവൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെയാണ് പറയുന്നത് എന്താണ്, ഫോളൻ ഫ്ലവേഴ്സ്, വീണ് പോയ പൂവുകൾ. അതുപോലെ തന്നെ ഇലകൾ. പിന്നെന്താണ്, ഡെഡ് ഇൻസെക്ട്സ്, അതെന്താണ്, ചത്തുപോയ ഈ പ്രാണികളൊക്കെ ഇല്ലേ, അതൊക്കെ എന്താണ്, ഈ മണ്ണിൽ വീണിട്ട് അതിൽ കിടന്ന് ഡീക്കേ ആവും, അഴുകും അല്ലേ. അഴുകിയിട്ട് അത് മണ്ണിനോട് ചേർന്ന് എന്താവും എന്നാണ് പറയുന്നത്, ബാക്കിയുള്ള ചെടികൾക്കൊക്കെ വളരാൻ അത് ഏറ്റവും നല്ല മാനുവറാണ്, വളമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്, ഫോളൻ ഫ്ലവേഴ്സ് ഉണ്ട്, വീണ് പോയ പൂക്കളുണ്ട്, ലീവ്സ് ഇലകളുണ്ട്, അതുപോലെ തന്നെ ഡെഡ് ഇൻസെക്ട്സ് ചത്തുപോയ ഇൻസെക്ട്സ് പ്രാണികളെയൊക്കെയാണ് പറയുന്നത്. അതൊക്കെ മണ്ണിൽ ഡീക്കേ ആവും അല്ലേ. മണ്ണിൽ വീണ് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ എന്താണ്, അത് അഴുകിപ്പോവും. അതാണ് ഏറ്റവും നല്ല വളം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്, ദ ഗ്രാൻഡ് മദർ സെഡ് ദാറ്റ് ദ ഫാം വാസ് ഹെർ ഹോം. വൈ ഡിഡ് ഷീ സേ സോ? ഗ്രാൻഡ് മദർ പറയുന്നുണ്ട് ഈ ഫാം എൻ്റെ വീടാണെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദർ അങ്ങനെ പറയുന്നത്? Grandmother used to spend a lot of time in the farm when she was young. ഗ്രാൻഡ് ചെറുപ്പത്തിൽ, മുത്തശ്ശിയുടെ ചെറുപ്പത്തിൽ എന്താണ്, മുത്തശ്ശി കുറേ അധികം സമയം ഇങ്ങനെയുള്ള കൃഷി സ്ഥലങ്ങളിൽ ഈ ഫാമിലൊക്കെ പോയിട്ട് ചെലവഴിച്ചിരുന്നു. Holding a bunch of paddy close to her chest, she sang a melodious folk song. ഈ ബഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പിടി അല്ലേ, ഒരു പിടി പാഡി എന്ന് പറഞ്ഞാൽ എന്താ, വക്കോൽ. ഓഫ് പാഡി എന്ന് പറഞ്ഞാൽ എന്താ, ഇതുപോലെ ഒരു പിടി മുത്തശ്ശി കയ്യിലെടുത്തിട്ട് മെലോഡിയസ് ആയിട്ട്, അതായത് കയ്യിലെടുത്തിട്ട് അത് സ്വന്തം ചെസ്റ്റിനോട്, നെഞ്ചിനോട് ചേർത്തിട്ട് അവർ മെലോഡിയസ് ആയിട്ടുള്ള ഫോക്ക് സോങ്സ്, നാടൻ പാട്ടുകൾ, നല്ല നല്ല കേൾക്കാൻ ഇമ്പമുള്ള നാടൻ പാട്ടുകൾ പാടിയിരുന്നു എന്നാണ് പറയുന്നത്. Grandmother was very happy to spend her time on the farm, which was just like her home. ഗ്രാൻഡ് ആ ഫാമിൽ സമയം ചെലവഴിക്കാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. ഗ്രാൻഡ് അത് സ്വന്തം വീട് പോലെ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്